ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നാളെ പറഞ്ഞാൽ നമുക്കിന്നത്തെ എങ്ങനെ ഗൈസ് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള വീഡിയോസ് നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കാണാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ആൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ടാണ് അതുവരെ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് പിടിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം. സോ ഗൈസ്, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഈ സിമ്പിളായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുക. അതിനുവേണ്ടി ഈസിയായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ ജസ്റ്റ് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ചാർജ് യൂസ് ചെയ്യുന്ന കേബിൾ എടുത്തതിന് ശേഷം ഒരു ഭാഗം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ CPU-ൻ്റെ നിങ്ങൾ കമ്പ്യൂട്ടറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ CPU-ൻ്റെ പോർട്ടിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുത്തുക. അതിനുശേഷം നമ്മളുടെ ലാസ്റ്റത്തെ എൻഡ് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ചാർജിങ് ചെയ്യുന്ന പോർട്ടിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുത്തി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ പോലെ വരുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് പ്രസ് ചെയ്യുക. അതിനകത്ത് പ്രസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ട്രാൻസ്ഫർ ഫയൽസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഈ സൈഡ് നമ്മുടെ സ്മാർട്ട് ഫോൺ നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ആവുന്നതായിരിക്കും. സോ ഇത് നമ്മൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സൈഡിലുള്ള പോർട്ട് ജസ്റ്റ് കുത്തിയതിന് ശേഷം നമ്മുടെ സ്മാർട്ട് ഫോണായിട്ട് ജസ്റ്റ് ഒന്ന് ഈസിയായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ വരുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ മതി. സോ ഇതിപ്പോൾ ഈ രണ്ട് കാര്യം ചെയ്യുന്നതിന് ശേഷം നമ്മുടെ സ്മാർട്ട് ഫോൺ നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പായിട്ട് കണക്ട് ആവുന്നതായിരിക്കും. പിന്നെ ചില സ്മാർട്ട് ഫോൺസ് ഈസിയായിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ വരാതെ തന്നെ കണക്ട് ആവുന്നതായിരിക്കും. സോ കുറേ വേണ്ടിയിട്ട് ചോദിച്ചായിരുന്നു, എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ല. കാരണം ചില സ്മാർട്ട് ഫോൺസിൽ നോട്ടിഫിക്കേഷൻ വരത്തില്ല, ഡയറക്റ്റ് കണക്ട് ആവുന്നതായിരിക്കും. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റിൻ്റെ ഡെവലപ്പർ ഓപ്ഷൻസ് ഇങ്ങനെ എനേബിൾ ചെയ്യുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് പോയി കാണുക. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ എന്തായാലും ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ സ്മാർട്ട് ഫോൺ സക്സസ്ഫുള്ളി നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പായിട്ട് കണക്ട് ആവുന്നതായിരിക്കും. ഇതിനുശേഷം നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ഓൺ ആക്കി വെച്ചതിന് ശേഷം സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ ദിസ് PC എന്ന് പറയുന്ന ഓപ്ഷന് ദിസ് PC എന്ന് പറയുന്ന സംഭവത്തിൽ നിങ്ങൾ ജസ്റ്റ് നൈസിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. സോ ഇവിടെ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്തില്ലേ, നമ്മളെ സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ പേര് ഇവിടെ എഴുതിയിരിക്കുന്നതായിരിക്കും. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ Redmi Note 4 ആണ്. സോ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് Redmi Note 4 എന്ന് പറയുന്ന ഡിവൈസ് നെയിം ഇവിടെ എഴുതിയിരിക്കുകയാണ്. സോ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഡയറക്റ്റ്ലി നമ്മുടെ ഡിവൈസ് നെയിമിൽ നമ്മൾ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുന്നത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് ഓപ്ഷൻ വരുമായിരിക്കും. രണ്ട് അല്ലെങ്കിൽ ഒരു ഓപ്ഷനായിരിക്കും നമുക്ക് വരുന്നത്. സോ ആദ്യത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻറ്റർണൽ സ്റ്റോറേജും SD കാർഡും. സോ ഇത് നിങ്ങൾക്ക് SD കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് SD കാർഡും കൂടി കാണിക്കുന്നതായിരിക്കും. സോ ആദ്യമേ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണാൻ വേണ്ടിയുള്ള വീഡിയോ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഏത് ഫോൾഡറിലാണ് ഉള്ളതെന്ന് ജസ്റ്റ് നമ്മൾ നോക്കി വയ്ക്കുക. അതിനുശേഷം ഡയറക്റ്റ് നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഇവിടെ ഞാൻ എൻ്റെ വീഡിയോ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് എൻ്റെ SD കാർഡിലാണ്. സോ ഞാൻ ഡയറക്റ്റ് നമ്മളെ SD കാർഡ് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ SD കാർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പോലെ ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ടെസ്റ്റ് വീഡിയോസ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്താണ് ഞാൻ എൻ്റെ ഈ ഫയൽ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഇതിപ്പോൾ ഈ വീഡിയോ ഞാൻ ജസ്റ്റ് നമ്മുടെ ടെസ്റ്റ് വീഡിയോസ് എന്ന് പറയുന്ന സംഭവത്തിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യാണ്. ഇതിനകത്ത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ സോ ഞാൻ രണ്ട് വീഡിയോസ് ഇവിടെ കിടപ്പുണ്ട്. സോ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി സിമ്പിളായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. സോ ഇപ്പോൾ ഇത് കാണാൻ വേണ്ടി സിമ്പിളായിട്ട് നമ്മുടെ വീഡിയോയിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുക. ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നൈസിൽ നമ്മുടെ വീഡിയോ കാണാവുന്നതായിരിക്കും. ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. കാരണം നമ്മുടെ സ്മാർട്ട് ഫോൺ നമ്മുടെ ആ കേബിൾ ഊരിപ്പോവാതെ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് നോക്കി വയ്ക്കുക. ഊരിപ്പോകുന്നത് നിങ്ങൾക്കൊരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഹൗ ടു ട്രാൻസ്ഫർ വീഡിയോസ് ഫ്രം മൊബൈൽ ടു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോൻ്റെ ഐ ബട്ടന് ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചാക്കുമായിരിക്കും. സോ ഇത് ഇത്രയുള്ള നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്. സോ അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇപ്പോൾ നിങ്ങൾ ആ കാര്യം കൂടി ഇപ്പോൾ നിങ്ങൾക്ക് ഈ വഴിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ ട്രാൻസ്ഫർ വീഡിയോസ് നിങ്ങൾ കണ്ടതിന് ശേഷം ആ വഴിയിൽ നിങ്ങൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഡബിൾ ടാപ്പിനകത്ത് ചെയ്യാതിന് ശേഷം നമുക്ക് കാണാവുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഗൈസ് ഈ വീഡിയോ ജസ്റ്റ് ലൈക്ക് അടിക്കുക. ഗൈസ്, അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത പോലെ ബെല്ലൈക്കൺ ജസ്റ്റ് എനേബിൾ ചെയ്ത് വെക്കുക. സോ ഇപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ ഇതുവരെയും ഗൈസ് കുറേ പേര് സബ്സ്ക്രൈബ് ആയിട്ടില്ല. എന്തായാലും ഗൈസ് ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത പോലെ ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നിട്ട് ഓൾ പ്രസ് ചെയ്ത് വെക്കുക. എന്നാലും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആ ടൈമിൽ തന്നെ നിങ്ങൾ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി കിട്ടത്തുള്ളൂ. ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത ടെക്നോളജി വീഡിയോ വരുന്നവരേക്കും ബൈ.